കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, 6 മാസ പഠനം, മികച്ച ജോലി. ആരാ? എന്തു വേണം? SSR ഇല്ല. എന്താ കാര്യം? എൻ്റെ പേര് മുഹമ്മദ് അലി. ഞാൻ ഒരാളെ കൊന്നു സാറേ. ഒന്നല്ല, 2 പേരെ. മോനെ ആന്റണി, കോഴിക്കോട് ജില്ല വയനാടുമായി അതിർത്തി പങ്കിടുന്ന മലനിരകളുടെ താഴ്വരയിലാണ് കൂടരഞ്ഞി എന്ന കാർഷിക ഗ്രാമം. വറുതിയുടെ കാലത്ത് കുടിയേറിയെത്തിയ മനുഷ്യർ പൊന്നു വിളയിച്ച നാട്. അവിടെ അച്ഛനും അമ്മയും 6 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ആന്റണി. പൊതുവെ സൗമ്യനായ കുട്ടി, ആരോടും അധികം സംസാരമില്ലാത്തൊരാൾ. കൃഷിയിൽ നിന്നുള്ള തുച്ഛ വരുമാനമായിരുന്നു അവരുടെ ഏക ആശ്രയം. എന്നാൽ അതിൽ നിന്നും 8 പേർക്ക് കഴിയാനുള്ള വക കണ്ടെത്താൻ ആ കുടുംബത്തിന് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ ആന്റണി തൊട്ടടുത്തുള്ള ചായക്കടകളിലും മറ്റുമൊക്കെയായി നന്നേ ചെറുപ്പത്തിലേ തന്നെ ജോലിക്കായി പോയി തുടങ്ങിയിരുന്നു. കുറച്ചു മുതിർന്ന് ഒരു 10-15 വയസ്സോട് അടുത്തപ്പോൾ കൂടരഞ്ഞി വിട്ട് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്കും അവിടെ നിന്നും വയനാട്ടിലേക്കുമൊക്കെ പല ജോലികൾ തേടി ആന്റണി പോകുന്നത് പതിവായി. അങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്ക് പണി തേടി പോയാലോ, ആഴ്ചകളോളം അവിടെ തന്നെ തങ്ങുന്നതായിരുന്നു ആന്റണിയുടെ രീതി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വയനാട്ടിലെ അമ്പലവയലിലെ ജോലിക്കിടെ ഇടവേളയെടുത്ത് നാട്ടിലെത്തിയ ആന്റണി വീട്ടിൽ നിന്നും കുറച്ച് അകലെയുള്ള സഹോദരിയെ കാണാനായി ഇറങ്ങി. പെങ്ങളെ കണ്ടുവരാമെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ കൗമാരക്കാരൻ കരുതിയില്ല, തൻ്റെ ജീവിതം തന്നെ കീഴ്മേൽ മറിയാൻ പോവുകയാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ തനിക്ക് എന്നേക്കുമായി സമാധാനം നഷ്ടമാകാൻ പോവുകയാണ്. പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ആന്റണിക്ക് ഒരു കുറുക്കു വഴി അറിയാം. കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന വയലും തോടുമൊക്കെയുള്ള ഒരു കുഞ്ഞു വഴി. പക്ഷേ ആളുകൾ ആ വഴി പോകുന്നത് നന്നേ കുറവാണ്. എങ്കിലും വേണ്ടിയില്ല, ഇരുട്ടു മുൻപ് സഹോദരിയുടെ വീട് എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണം, ഇതും പറഞ്ഞാണ് ആന്റണി നടക്കുന്നത്. പക്ഷെ അപ്പോഴും നേരം നന്നേ വൈകിയിട്ടുണ്ട്. പതിയെ ആന്റണി നടത്തത്തിന്റെ വേഗത കൂട്ടി. അതിനിടയിലാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. തന്നെ പിന്തുടരുന്ന ഒരു കാൽപ്പെരുമാറ്റം. അതെ, പിന്നിൽ ആരോ ഉള്ളതുപോലെ. തൊട്ടടുത്ത്, ഏറ്റവും അടുത്ത് അവനൊന്നുമില്ല. പതിയെ ആ കണ്ണുകൾ പിന്നോട്ട് തിരിഞ്ഞത് അവിടെ ഒരാൾ. പെങ്ങളെ കാണാൻ വരുന്ന മുറയ്ക്ക് 1-2 തവണ ആ നാട്ടിൽ എപ്പോഴും അയാളെ കണ്ടിട്ടുണ്ട്. ആന്റണിയുടെ കണ്ണുകൾ അയാളിൽ നിന്നും അപ്പോഴും മാറിയില്ല. കാരണം ആ കണ്ടുപരിചയത്തിന് പുറത്തുള്ള ഒരു നോട്ടമായിരുന്നില്ല ആ മനുഷ്യനിൽ നിന്നും വന്നത്. അതിന് മറ്റൊരർത്ഥമായിരുന്നു എന്നവൻ മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ പെട്ടെന്ന് അത് സംഭവിച്ചു. കരണം പുകഞ്ഞൊരടി. ആ അടിയിൽ അവൻ ആ കുറ്റിക്കാട്ടിലേക്ക് വീണുപോയി. അമ്മേ എന്ന് ഉച്ചത്തിൽ അവൻ നിലവിളിച്ചെങ്കിലും അതൊന്ന് കേൾക്കാൻ പോലും ആ ഭാഗത്താരും തന്നെ ഉണ്ടായിരുന്നില്ല.
തൊട്ടടുത്ത നിമിഷം അയാൾ ആന്റണിയെ കടന്നു പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സമയം പോലും അവന് കിട്ടിയില്ല. അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ അവൻ പകച്ചുപോയി. പ്രതികരിക്കാൻ കഴിയാതെ പേടിച്ചു തളർന്ന ആന്റണിയെ അയാൾ ദുരുപയോഗം ചെയ്തു. അവനെ പീഡനത്തിനിരയാക്കി. ആന്റണിക്കാകട്ടെ വിജനമായ ആ വഴിയിൽ തനിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തടയാനൊട്ട് സാധിച്ചതുമില്ല. അവൻ തളർന്നു. ഒന്നും ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. മേലിൽ പറ്റിയ ചെളി ആ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് അവൻ പെങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോയി, വിറച്ച് വിറച്ച്. എന്നാൽ അവൻ ആരോടും ഒന്നും മിണ്ടിയില്ല. അതിനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ആന്റണിക്ക് ഉറങ്ങാൻ കഴിഞ്ഞതേയില്ല. അങ്ങേയറ്റത്തെ അറപ്പും വെറുപ്പും ദേഷ്യവും പ്രതികാരവും എല്ലാം ഉള്ളിൽ നുരഞ്ഞു പൊന്തി വന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ കൂടി അയാളെ കൺമുന്നിൽ കണ്ടാൽ ആ ചിന്തയിൽ അന്ന് അവൻ ആ ഇരുട്ടിന് കാവലിരുന്നു. നേരം വെളുപ്പിച്ചു. 3-ാം ദിവസം ആന്റണി തിരിച്ചു പോകുന്നതിന്റെ അന്ന് ആ കുറുക്കുവഴി തന്നെ അവൻ തിരഞ്ഞെടുത്തു. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തന്നെ ഉപദ്രവിച്ച അതേ യുവാവ് ഇടവഴിയിലെ ആ തോട്ടിൻകരയിലിരിക്കുന്നു. കുനിഞ്ഞു നിന്ന് ആ തോട്ടിലെ വെള്ളത്തിൽ മുഖം കഴുകുകയോ മറ്റോ ആണ്. അവന്റെ ഉള്ളിലെ ആ പ്രതികാരത്തീ ആളിക്കത്തി. പിന്നെ ഒന്നും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല. ഓടി വന്ന് തന്നെ ഉപദ്രവിച്ചവന്റെ മുതുകിൽ ആഞ്ഞൊരൊറ്റ ചവിട്ട്. അയാൾ നേരെ മറിഞ്ഞ് ആ തോട്ടിലേക്ക്. ചുറ്റിലും ആന്റണി ഒന്ന് കണ്ണോടിച്ചു. ആരും വരുന്നില്ല. ഉള്ളിലെ പക ആളിക്കൊണ്ടേയിരുന്നു. തൊട്ടടുത്ത നിമിഷം തോട്ടിലെ മട പോലുള്ള ഭാഗത്തേക്ക് അയാളുടെ തല അവൻ ചവിട്ടിപ്പിടിച്ചു. ആരെന്നോ ഏതെന്നോ അറിയാത്ത ആ നരാധമൻ ആ വെള്ളത്തിൽ കിടന്ന്, ആ തോട്ടിൽ കിടന്ന് ശ്വാസം കിട്ടാതെ അപ്പോഴേക്കും പിടഞ്ഞ് പിടഞ്ഞ് തീർന്നുകൊണ്ടേയിരുന്നു. അതെ, അങ്ങനെ നിമിഷങ്ങൾക്കകം ആ പിടച്ചിൽ നിൽക്കുകയും ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല. ആന്റണി ഒന്നും അറിയാത്ത പോലെ തൻ്റെ വീട്ടിലേക്ക് പോകാതെ തിരിച്ച് പെങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോയി. പിറ്റേന്ന് രാവിലെ അങ്ങാടിയിലേക്ക് നടക്കുന്നതിനിടയിലാണ് ആന്റണി ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആളുകളെല്ലാം താൻ ഓർക്കാൻ ഭയക്കുന്ന ആ കുറുക്കുവഴിയുടെ ഭാഗത്തേക്ക് തന്നെയും മറികടന്ന് ഓടുകയാണ്. അതിലൊരാളോട് ആന്റണി പേടിച്ചു ചോദിച്ചു, എന്തു പറ്റി? എല്ലാവരും അങ്ങോട്ട് ഓടണേ. അതറിഞ്ഞില്ലേ? അവിടെ ആ തോട്ടിലൊരു ശവം, ഒരു പയ്യന്റെ. ആന്റണിയും അങ്ങോട്ടേക്ക് ഓടി. തോട്ടിന്റെ കരയിൽ ഒരു മൃതദേഹം. ഒന്നും മിണ്ടിയില്ല. അവൻ തിരിച്ചു നടന്നു. ഇതാ മത്തായിച്ചേട്ടന്റെ പറമ്പിൽ പണിക്ക് വന്ന ചെക്കനാ. അവൻ അപസ്മാരം ഉണ്ടായിരുന്നു. ഈ വഴി വരുമ്പോ ജന്നി വന്ന് വെള്ളത്തേക്ക് വീണതായിരിക്കും. ആന്റണി പിന്നെ അവിടെ നിന്നില്ല. എല്ലാം എടുത്ത് നേരെ പുറപ്പെട്ടു വയനാട്ടിലേക്ക്. പിന്നെ വീട്ടിലേക്കുള്ള വരവുകൾ കുറഞ്ഞു. വയനാട്, ഇടുക്കി, കോഴിക്കോട് അങ്ങനെ പലയിടങ്ങളിലായി പലവിധ ജോലികൾ ചെയ്ത കുറേ കാലം. സാറേ, ഇത്തിരി വെള്ളം. അപ്പൊ തനിക്ക് അയാൾ ആരാന്ന് അറിയില്ല. ശരി, താൻ 2 പേരെ കൊന്നെന്നല്ലേ പറഞ്ഞത്? ഇതൊരാളുടെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. അപ്പോ രണ്ടാമത്തെ ആളാരാ? അറിയില്ല സാർ. വയനാട്ടിലേക്ക് ജോലിക്കെന്ന വ്യാജേന കൊലപാതക പേടിയിൽ ഒളിച്ചോടിയ ശേഷം അവൻ പല വേഷങ്ങൾ അണിഞ്ഞു, പല ജോലികൾ ചെയ്തു. രണ്ടു നേരമെങ്കിലും വിശപ്പാറ്റണം. സുരക്ഷിതമായി ആരെയും പേടിക്കാതെ കിടന്നുറങ്ങാൻ കഴിയണം. അതിനായി രാപ്പകലില്ലാതെ പലയിടങ്ങളിൽ പല ജോലികൾ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി.
അടുത്ത ചായക്കടയിൽ ആന്റണി ജോലി ചെയ്യുന്ന കാലം. ആ അടുത്ത് ആന്റണിക്കൊരു കൂട്ടുകാരനെ കിട്ടി, കഞ്ചാവ് ബാബു. ജോലി കഴിഞ്ഞുള്ള നേരങ്ങളിൽ കഞ്ചാവ് ബാബുവിനൊപ്പമായിരുന്നു ആന്റണിയുടെ സഹവാസം എന്ന് തന്നെ പറയാം. ഒരിക്കൽ പാളയത്തെ തിരക്കിനിടയിൽ വെച്ച ബാബുവിനെ ആരോ പോക്കറ്റടിച്ചു. ആളെ കണ്ടെങ്കിലും ബാബുവിന് അപ്പോൾ അയാളെ പിടികൂടാനായില്ല. എന്നെങ്കിലും അവനെ കയ്യിൽ കിട്ടുമെന്നും കിട്ടിയാലൊട്ട് വെറുതെ വിടുകയില്ലെന്നും ബാബു ഇടയ്ക്കിടെ ആന്റണിയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ടുപേരും വെള്ളയിൽ കടപ്പുറത്തിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഏകദേശം രാത്രി ഒരു 10:11 മണിയായി കാണും. പെട്ടെന്നതാ കഞ്ചാവ് ബാബു അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആന്റണിയും പിന്നാലെ ഓടി. പെട്ടെന്ന് ബാബു തനിക്ക് മുന്നേ ഓടിയ ഒരു മനുഷ്യനെ ആ മണൽത്തരികൾക്കുമേൽ തള്ളിയിട്ട ശേഷം അയാൾക്കുമേൽ മറിഞ്ഞു വീഴുന്നതാണ് ആന്റണി കാണുന്നത്. എന്താണ് ഏതാണ് എന്ന് ആന്റണിക്ക് മനസ്സിലായതുപോലും അവിടെ കിടന്ന ബാബു ആന്റണിയോട് സംസാരിക്കുമ്പോഴാണ്. എടാ, ഞാനൊന്ന് പറഞ്ഞില്ലേ, എന്റെ പോക്കറ്റടിച്ചവൻ ഇന്നുവനെ ഞാൻ ശരിയാക്കും കണ്ടോ. അവിടെ കിടന്ന അവർ ഇരുവരും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയുമായി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പോലെ. എന്തു ചെയ്യണമെന്നറിയാതെ ആന്റണി അവിടെ നിന്ന് പരുങ്ങുകയാണ്. ബാബു അയാളെ ഒട്ട് വിടാൻ ഉദ്ദേശവുമില്ല. പെട്ടെന്ന് ആന്റണിയോട് ബാബു അലറി വിളിച്ചു പറഞ്ഞു, എടാ ആന്റണി, നോക്കി നിൽക്കാതെ രണ്ട് കാല് കൂട്ടിപ്പിടി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആന്റണി പെട്ടെന്നുള്ള പതർച്ചയിൽ ബാബു പറഞ്ഞതെല്ലാം അങ്ങ് അനുസരിച്ചു. ആന്റണി കരുതിയത് ഒരുപക്ഷെ അയാളുടെ പോക്കറ്റിൽ നിന്നും തന്നെ പണം എടുക്കുകയാണ് ബാബുവിന്റെ ലക്ഷ്യമെന്നായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ മനുഷ്യന്റെ പിടപ്പങ്ങ് നിന്നു. ശ്വാസം നിലച്ചോ എന്നൊരു സംശയം. അതെ, എല്ലാം നിലച്ചു. വിറച്ച് വിറച്ച് ആന്റണി അയാളുടെ മൂക്കിന് താഴെ വിരലുകൾ ചേർത്ത് വെച്ചു. ഇല്ല, ശ്വാസം തെല്ലുപോലുമില്ല. അവർ പരസ്പരം നോക്കി. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് അവർക്ക് മനസ്സിലായി. അയാളുടെ പോക്കറ്റിൽ നിന്നും കിട്ടിയ പണം പങ്കിട്ടെടുത്ത ബാബുവും ആന്റണിയും തൊട്ടടുത്ത നിമിഷം തന്നെ പിരിഞ്ഞു. പിന്നീട് അവർ കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും. താൻ പോലും അറിയാതെ ഒരു കൊലപാതകത്തിന് കൂടി താൻ കുറ്റക്കാരനായി മാറിയിരിക്കുന്നു. ഈ രക്തക്കറ തന്നിൽ നിന്നും അകന്നു പോകില്ലേ? ചിന്തകൾ ഇങ്ങനെ ആന്റണിയിൽ കാട് കയർത്തുവന്നു. പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ പിന്നെയും ആന്റണി നാട് വിട്ടു. നേരെ വയനാട് ചുരം കയറി പുൽപ്പള്ളിയിലേക്ക്, ശേഷം കൂടരഞ്ഞിലേക്ക്. അല്ല, താൻ മുഹമ്മദ് അലി എന്നല്ലേ പേര് പറഞ്ഞത്? പിന്നെന്തിനാ ഏതോ ആന്റണിയുടെ കഥ പറയുന്നേ? താനെന്താ ആളെ കളിയാക്ക? അയ്യോ സാറേ, ഇതെന്ത് ചോദ്യം? ഈ മമ്മായിൽ തന്നെ ആ പറഞ്ഞ ആന്റണി. കൊലകൾ ഒരു പരമ്പര പോലെ ആന്റണിയെ വേട്ടയാടുമ്പോഴും ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം അയാൾ ആഗ്രഹിച്ചിരുന്നു. കൂടരഞ്ഞിയിലേക്ക് ജീവിതം നട്ടുപിടിപ്പിക്കുന്നതിനിടയിൽ അങ്ങനെയാണ് ഒരു ഹിന്ദു പെൺകുട്ടിയുമായി ആന്റണി പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും. ആ ദാമ്പത്യത്തിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവർക്ക് പിറന്നു. എന്നാൽ ആ സന്തോഷകരമായ ജീവിതത്തിന് അധിക ആയുസ്സുണ്ടായില്ല. മക്കൾക്ക് 3.5 2.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആന്റണിക്ക് ഒരു അപകടം പറ്റി. പിന്നെ ദീർഘകാലം കട്ടിലിൽ കഴിഞ്ഞില്ല. കിടപ്പിലായിരിക്കെ മറ്റൊരു ദുരന്തം കൂടി അയാൾക്ക് നേരെ വന്നെത്തി. ആന്റണിയെയും മക്കളെയും ഉപേക്ഷിച്ച് അയാളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. വലിയ മാനസികാഘാതമാണ് അത് ആന്റണിയിൽ അന്നുണ്ടാക്കിയത്. ഉള്ളിൽ എവിടെയോ ഒരു പേടി നുരഞ്ഞു പൊന്തുന്നത് ആന്റണി തിരിച്ചറിഞ്ഞു. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെയും വെച്ച് അയാൾ ഒരുപാട് ബുദ്ധിമുട്ടാൻ തുടങ്ങി. മറ്റൊരു വിവാഹം കഴിക്കാമെന്ന് വെച്ചാൽ ആദ്യ വിവാഹം അന്യമതസ്ഥയുമായിട്ടായതിനാൽ തന്നെ പള്ളിയിൽ നിന്നും ആന്റണിയെ പുറത്താക്കിയതാണ്. നാട്ടിൽ ആരുമൊട്ട് അതുകൊണ്ട് തന്നെ ഇനി അതിന് തയ്യാറാവുകയില്ല. ഒടുവിലൊരു സുഹൃത്താണ് പറഞ്ഞത് ഇസ്ലാം മതത്തിലേക്ക് മതം മാറാൻ. മുസ്ലിം ആയാൽ വിവാഹം കഴിക്കാനാകുമെന്ന് പറഞ്ഞു കേട്ട ആന്റണി അതിനും തയ്യാറായി.
അങ്ങനെ കോഴിക്കോട് മുഖദാറിലെ തർബിയത്തുൽ ഇസ്ലാം സഭയിൽ വെച്ച് ആന്റണി മുഹമ്മദ് അലിയായി മാറി. ഉടൻ തന്നെ രണ്ടാമതൊരു വിവാഹവും കഴിച്ചു. വൈകാതെ താമസം മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലേക്ക് മാറ്റി. ആ ബന്ധത്തിൽ 2 ആൺകുട്ടികളും മുഹമ്മദ് അലിക്ക് ജനിച്ചു. അങ്ങനെ മുഹമ്മദ് അലി എന്ന ആന്റണിയുടെ ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് മുഹമ്മദ് അലിയായി മാറിയ ആന്റണിയെ വിധി പിന്നെയും പിന്നെയും വേട്ടയാടി തുടങ്ങിയത്. ൽ മുഹമ്മദ് അലിയുടെ 9 വയസ്സുകാരനായ മകൻ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടു. ആ മരണം മുഹമ്മദ് അലിയെ വല്ലാതെ ബാധിച്ചു. ജീവിതത്തിൽ രക്ഷപ്പെടാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങൾ, പ്രതിസന്ധികൾ അതെല്ലാം അയാളെ വല്ലാതെ തളർത്തി. പിന്നിട്ട ഭൂതകാലം അയാളുടെ ഉള്ളിൽ കൈപ്പേറിയ ഓർമ്മകളായി തിരയടിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ കർമ്മഫലമാണ് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തതെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി. മാനസികമായി വല്ലാതെ തകർന്ന അയാൾക്ക് ഉറക്കം നഷ്ടമായി. കുറ്റബോധം കൂടിക്കൂടി ആരോടും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ. വീട്ടിലേക്ക് പോകുന്നത് പോലും വല്ലപ്പോഴുമായി. കടുത്ത മദ്യപാനം തുടങ്ങി. സമ്മർദ്ദം താങ്ങാനാകാതെ അയാൾ കോഴിക്കോട്ടേക്ക് എത്തി ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ പോലും കണ്ടു. വർഷങ്ങളോളം ചികിത്സയിലായിരുന്നെങ്കിലും ഡോക്ടറോട് പോലും മുഹമ്മദ് അലി തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. അതിന് മുഹമ്മദ് അലിക്ക് കാരണങ്ങളുണ്ടായിരുന്നു. പേടിയായിരുന്നു അയാൾക്ക്. താൻ ജയിലിലായാൽ ഭാര്യയെയും മക്കളെയും ആര് നോക്കും? അവരെങ്ങനെ ഉണ്ണും, ഉറങ്ങും, പഠിക്കും? അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയാതെ, അല്ലെങ്കിൽ പറയാനാകാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി മുഹമ്മദ് അലി വീണ്ടും ജീവിച്ചു. പക്ഷേ സമാധാനം എന്തെന്നത് ഒരിക്കലും അയാൾ അറിഞ്ഞിരുന്നില്ല. കാരണം അപ്പോഴെല്ലാം കൺമുന്നിൽ വരുന്നത് ആ 2 മനുഷ്യരുടെയും ശ്വാസത്തിന് വേണ്ടിയുള്ള പിടച്ചിലായിരുന്നു. അങ്ങനെ ഏറെ പ്രയാസപ്പെട്ട് ജീവിതം തള്ളി നീക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു മകൻ കൂടി വാഹനാപകടത്തിൽപ്പെട്ടു. കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അപകടം. അതോടെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം താൻ ചെയ്ത കൊലപാതകങ്ങളാണെന്ന് കരുതിയിരുന്ന ആ മനുഷ്യൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടമായി. അയാൾ അതോടെ ഒന്നുറപ്പിച്ചു: കൊല്ലപ്പെട്ടവർ ആരാണെന്ന് തിരിച്ചറിയണം. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണം. അവരുടെ കുടുംബങ്ങൾ ചിലപ്പോൾ അവർ ഇനിയും വരുമെന്ന് കരുതി കാത്തിരിക്കുകയാണെങ്കിലോ എന്ന ചിന്ത മുഹമ്മദ് അലിയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. വരില്ലെന്നറിഞ്ഞ അവർക്ക് അവരുടെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ ഒന്ന് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയും തനിക്ക് അനുഭവിക്കണം. ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി മനസ്സമാധാനത്തോടെ ഉറങ്ങണം. അതായി പിന്നെ അയാളുടെ ചിന്ത. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ: കുറ്റമേറ്റു പറയുക, പോലീസിൽ കീഴടങ്ങുക. എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? അതുവരെ അവിടെ നടന്നതെല്ലാം വള്ളിപുള്ളി തെറ്റാതെ ആ പോലീസ് കോൺസ്റ്റബിൾ തൻ്റെ പോലീസ് മേധാവിയെ പറഞ്ഞു ധരിപ്പിച്ചു. ആന്റണി മുഹമ്മദ് അലി ആയതും ആളറിയാത്ത 2 കൊലപാതകങ്ങളും ആ പോലീസ് സ്റ്റേഷനെ കഴിഞ്ഞ കുറച്ചു സമയത്തേക്ക് സ്തബ്ധമാക്കിയ വിവരങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു മുഴുമിപ്പിച്ചു. അതെല്ലാം കേട്ടുകഴിഞ്ഞതും CI മുഹമ്മദ് അലിയെ ഒന്ന് ഉറ്റുനോക്കി. പിന്നെ ഒരു ചിരിയാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. എന്റെ പൊന്നു ബിജു സാറേ, ആരോ എന്തോ കള്ളും കുടിച്ചു വന്ന് പറഞ്ഞു കേട്ട് നിങ്ങളൊക്കെ അങ്ങ് അപ്പാടെ വിഴുങ്ങിയല്ലോ. കഷ്ടം. അല്ലോ നോക്കിയേ, ഫുള്ള് വെള്ള. അയാളെ എത്രയും പെട്ടെന്ന് പറഞ്ഞുവിടാൻ നോക്കാം. കോൺസ്റ്റബിൾമാർ അയാളെ നിർബന്ധിച്ച് പറഞ്ഞുവിടാൻ ശ്രമിച്ചെങ്കിലും അയാൾ തിരിച്ചു പോയില്ല. പകരം സ്റ്റേഷൻ വരാന്തയിൽ തന്നെ ആ രാത്രി കിടന്നുറങ്ങി, നേരം വെളുക്കും വരെ. താൻ പോണില്ലേ? ഇന്നലെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് എന്തൊക്കെയാ അവിടെ വന്ന് പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടോ? പോ എണീറ്റ് വീട്ടിൽ പോ നോക്ക്. സാറേ, ഇതൊന്നും ഞാൻ കള്ളു കുടിച്ചിട്ട് പറഞ്ഞല്ല. പറഞ്ഞൊക്കെ സത്യ. എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ സാറേ.
ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അയാൾക്കങ്ങനെ തിരിച്ചു പോകാൻ കഴിയില്ലായിരുന്നു. കാരണം അയാൾ പറഞ്ഞത് അത്രയും ഒരു രാത്രിക്കപ്പുറം ആയുസില്ലാത്ത മദ്യത്തിന്റെ ലഹരി ആയിരുന്നില്ല. മറിച്ച് പോയ 4 പതിറ്റാണ്ട് കാലം ഉള്ളിലെരിഞ്ഞ കനലും നീറ്റലുമായിരുന്നു ആ കുറ്റസമ്മതത്തിന് പിന്നിൽ. ഒരൊറ്റ ലക്ഷ്യമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഇനിയെങ്കിലും കുറ്റബോധമില്ലാതെ ജീവിക്കണം. ഒരു ദിവസം സ്വസ്ഥമായി കിടന്നുറങ്ങണം. അങ്ങനെയെങ്കിൽ പോലീസിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. 2 കൊലപാതകങ്ങൾ നടത്തിയ പ്രതി ഇതാ കൺമുന്നിലുണ്ട്. പക്ഷേ അയാൾക്കെതിരെ കേസെടുക്കണമെങ്കിൽ കൊല്ലപ്പെട്ടതാരെന്ന് ആദ്യം കണ്ടെത്തണം. അതും 40 വർഷം മുൻപേ നടന്ന സംഭവങ്ങൾ. വിചിത്രമായ ആ കേസിന്റെ അന്വേഷണം എന്താണെങ്കിലും തിരുവമ്പാടി പോലീസ് ആരംഭിച്ചു. കൂടരഞ്ഞിയിൽ ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതായിരുന്നു ആദ്യത്തെ അന്വേഷണം. എന്നാൽ അത്തരത്തിലൊന്നും തന്നെ പോലീസിന് കണ്ടെത്താനായില്ല. ഒടുവിൽ ആ കാലത്ത് കൂടരഞ്ഞിയിൽ കണ്ടെത്തിയ ഒരു അജ്ഞാത ജഡം സംബന്ധിച്ച വാർത്ത പഴയൊരു പത്രത്തിൽ നിന്നും പോലീസിന് ലഭിച്ചു. പോലീസ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ കേസിന്റെ ഒരു ഫയൽ പോലും ലഭ്യമായിരുന്നില്ല. അന്ന് അങ്ങനൊരു മരണം നടന്നിട്ടുണ്ട് എന്നതിന് രേഖയുണ്ടായിരുന്നു എന്ന് മാത്രം. മുഹമ്മദ് അലിയുടെ മനസ്സിലുള്ള രൂപത്തെക്കുറിച്ച് പറഞ്ഞത് വെച്ചുണ്ടാക്കിയ ഒരു രേഖാചിത്രം പ്രസിദ്ധീകരിച്ചാണ് പോലീസ് പിന്നീട് അന്വേഷണം തുടർന്നത്. അതിനിടെ പഴയ കാലത്ത് കൂടരഞ്ഞിയിൽ ജോലിക്ക് ആളെ എത്തിച്ചുകൊണ്ടിരുന്നയാളുടെ മകൻ നൽകിയ മൊഴിയും ഈ കേസിൽ നിർണായകമായി മാറി. അച്ഛൻ ജോലിക്ക് ആളെ കൊണ്ടുവരുമായിരുന്നുവെന്നും ആ കാലത്ത് ഏറെ പേരും വന്നിരുന്നത് പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നുമായിരുന്നു എന്നായിരുന്നു അയാളുടെ മൊഴി. അതോടെ പാലക്കാടും കണ്ണൂരും കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. വിളിച്ചത് കണ്ണൂർ ഇരട്ടിയിൽ നിന്നും ഒരു രാധയാണ്. സാറേ, ഞാൻ ആ രേഖാചിത്രം കണ്ട് വിളിക്കാണ്. അത് 40 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ ചേട്ടനാണ് സാറേ. പേര് മോഹനൻ. ചേട്ടൻ അപസ്മാരം ഉണ്ടായിരുന്നു. ജോലി ചെയ്യുന്നിടത്ത് വെച്ച് തോട്ടിൽ വീണ് മരിച്ചെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. ഇപ്പോഴാ സാറേ സത്യം അറിയുന്നത്. അങ്ങനെ ആദ്യ കേസിൽ തീർപ്പായി. മുഹമ്മദ് അലിക്കും പകുതി ആശ്വാസം. ഇനി വെള്ളയിൽ കടപ്പുറത്ത് കൊല്ലപ്പെട്ടയാളെ കൂടി കണ്ടെത്തണം. ഒപ്പം ആ കേസിലെ മുഖ്യപ്രതി കഞ്ചാവ് ബാബുവിനെ. പോലീസ് പല വിധത്തിൽ ശ്രമങ്ങൾ തുടർന്നെങ്കിലും കാര്യമായ ഫലം ഒന്നും തന്നെ ഉണ്ടായില്ല. എങ്കിലും ഒരാളെയെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലായിരുന്നു അവർ. കേസ് വാദിക്കാൻ മുഹമ്മദ് അലി വക്കീലിനെ ഒന്നും വെച്ചില്ല. ഒന്നും വാദിക്കാനും ജയിക്കാനുമില്ലെന്നാണ് അയാൾ പറയുന്നത്. ചെയ്ത തെറ്റിനെ ശിക്ഷിക്കപ്പെടണമെന്ന് മാത്രമേ അയാൾക്കുള്ളൂ. എന്നിരിക്കലും കോടതിയിൽ ഹാജരാക്കപ്പെട്ട മുഹമ്മദ് അലിക്ക് കേസിൽ ജാമ്യം ലഭിച്ചു. ഇപ്പോൾ അയാൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുമുണ്ട്. എണ്ണമറ്റ കൊലക്കേസുകളിൽ പ്രതികളെ കണ്ടെത്താനാകാതെ പോലീസ് കുഴയുന്നിടത്താണ് ഒരാൾ 4 പതിറ്റാണ്ടിന് ശേഷം, അതും തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയ കുറ്റത്തിന് തനിക്കുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനായി നീതിപീഠത്തിന് മുന്നിലേക്ക് സ്വയം നടന്നു ചെല്ലുന്നത്. മുഹമ്മദ് അലിയുടെ ജീവിതം ലോകത്തോടും കാലത്തോടും പലതും പറയാതെ പറഞ്ഞു വെക്കുകയാണ്.